ചേട്ടാ നമസ്കാരം. നമസ്കാരം. എത്ര കാലമായി ഇവിടെ തുടങ്ങിയിട്ട്? 30 വർഷമായി. 30 വർഷം. അത് അച്ഛന്റെ കാലത്താണ് അല്ലേ? ഇപ്പൊ അച്ഛൻ പണിയൊക്കെ ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ. എന്താണ് ഇപ്പൊ ഇവിടെ പ്രതിസന്ധിയാന്നൊക്കെ പറയുന്നത്? ചട്ടിപ്പണി അങ്ങനെയാണ്. ചട്ടിപ്പണിയാണ്. ഈ ഇതിപ്പോ എങ്ങനെയാണ്, കച്ചവടമൊക്കെ ഉണ്ടോ? പണ്ടത്തെ പോലെയുള്ള കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാലും പണ്ടത്തെ പോലുള്ള ഒരു സുഖമില്ല അല്ലേ? എന്നാലും ചെറിയ വീടുകളിൽ കച്ചവടക്കാരൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ. ഇത് സത്യത്തിൽ ഇത് എവിടത്തേക്കാ കൊണ്ടുപോകണത്? കോഴിക്കോട്, കണ്ണൂർ ഭാഗത്തേക്ക്. നമ്മുടെ ഈ നാട്ടിലൊക്കെ കുറവാണ് അല്ലേ? കാരണം ഈ കോഴിക്കോട്, കണ്ണൂർ എന്ന് പറയുമ്പോൾ കോഴിക്കോട് ഈ പിന്നെ റോഡ് സൈഡിലൊക്കെ ഇത് അടുക്കി വെച്ചിരിക്കുന്നതാണ് അല്ലേ? കച്ചവടക്കാർ കൊണ്ടുപോകും. അവർ നിങ്ങളിൽ നിന്നൊരു വിലക്ക് ഈ മണ്ണൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? നല്ല വിലക്ക് വാങ്ങിയിട്ടാണ് നമ്മൾ. ഇല്ല എന്തെങ്കിലും മെച്ചമുണ്ടോ? പണ്ടത്തെ പോലെ കുഴപ്പമില്ല, അങ്ങനെ പോകണ്ട്. ഒരു കൂലിക്കാശ് കിട്ടും അല്ലേ? അതാണ് അവരുടെ ഉദ്ദേശം അല്ലേ? ഒരു കാശ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ ലോഡ് കണക്കിനാണോ? കുറച്ച് ഞങ്ങൾ കുറച്ച് കൊണ്ടുപോയി കച്ചവടം ചെയ്യുമ്പോൾ കുറച്ച് നിങ്ങളും കൊണ്ടുപോകും. ശരി. ചേട്ടാ ഇത് എന്താണ് ഉണ്ടാക്കുന്നത്? ഇതെന്താണ് ഉണ്ടാക്കുന്നത്? മീൻചട്ടിയാണ് അല്ലേ? അടിപൊളി. ഓക്കെ. സുഹൃത്തുക്കളെ, രാധാകൃഷ്ണേട്ടൻ ഒരു മീൻചട്ടിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ എത്ര വെറൈറ്റി സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്.
ചേട്ടാ ഈ ചട്ടി എത്ര ദിവസം ചൂളയ്ക്ക് വെക്കും? 3 ദിവസം. 3 ദിവസം. 3 ദിവസം കഴിയുമ്പോൾ കത്തിക്കോളും. ഇതിന്റെ ഇപ്പം നമ്മൾ ഈ ഉണ്ടാക്കിയ ചട്ടിയുടെ അടിപ്പാകം ഇല്ലല്ലോ, അതെങ്ങനെയാണ്? അത് കൊട്ടി മൂടി ഒന്ന് കാണിച്ചു തരും എങ്ങനെ ചെയ്യുന്നത്? രാധാകൃഷ്ണേട്ടൻ കറിച്ചട്ടി തയ്യാറാക്കി എൻ്റെ ബാക്കിലെ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കൈ തന്നിരിക്കുകയാണ്. പക്ഷെ സംഭവം ഇത് വീഴുമ്പോൾ പെട്ടെന്ന് പൊട്ടുമെങ്കിലും ഇത് കുറച്ച് നല്ല അധ്വാനമുണ്ട് അല്ലേ? മിഷ്യനിൽ മണ്ണരച്ച് പിന്നെ അതിനെ പാകപ്പെടുത്തി, എന്താ പറയാ, ഒരു പൊറോട്ട, നമ്മൾ പൊറോട്ട അടിക്കുന്ന പോലെ തന്നെ ഈ മണ്ണിനകത്തുള്ള ഗുസ്തി അല്ലേ? അത്രത്തോളം ഗുസ്തി ചെയ്തെങ്കിൽ മാത്രമേ ഈ മണ്ണൊന്ന് പാകപ്പെട്ടു, അതായത് സത്യത്തിൽ പൊളിച്ച് കിട്ടണം. പൊളിച്ച് കിട്ടണം, അതാണ് സത്യം. അപ്പൊ പൊളിച്ച് കിട്ടിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തുള്ളൂ. കാണുമ്പോൾ നമുക്കത് നിസ്സാരമാണെങ്കിലും ഇവരുടെ അധ്വാനം ഭയങ്കരമാണ്. കാരണം പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മൾ മൺചട്ടിയിൽ കറി വെച്ച് മൺകലത്തിൽ ഭക്ഷണം വെച്ച് എന്താ പറയുക, അരകല്ലിൽ അരച്ച് കഴിച്ച ഒരേ മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് ഇതിന്റെ അംശങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് കെമിക്കലായ അലുമിനിയത്തിന്റെ കലങ്ങളും അതുപോലെ സ്റ്റീൽ പാത്രങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. എങ്കിലും ഇതിനൊരു വേറൊരു സത്യമുണ്ട്. എത്ര മറഞ്ഞ് നിന്നാലും ഇതൊക്കെ ഇതിന്റെ അംശങ്ങൾ നഷ്ടപ്പെട്ടാലും എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ തുടക്കത്തിൽ തന്നെ ഈ മൺതട്ടിയിൽ ഭക്ഷണം വെച്ച് കഴിച്ചാണ് നമ്മൾ ജീവിച്ചത്. എങ്കിലും അവസാന ഘട്ടത്ത് ഒരു മനുഷ്യനൊരു ക്രിയ ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു കുടം നമുക്ക് ആവശ്യമാണ്, അല്ലേ? അതാണ്. എത്രയായാലും എന്ത് ഒരാവശ്യം വന്നാലും ഒരു ക്രിയ സമയത്ത് ഈ കുടത്തെ അന്വേഷിച്ച് നടക്കുന്ന നിരവധി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. എങ്കിലും ഞാൻ പറയുന്നത്, നമ്മുടെ ഈ പഴം കാലഘട്ടങ്ങളിലെ ഇത്തരത്തിലുള്ള നഷ്ടപ്പെടാതിരിക്കാൻ പരമാവധി നമ്മൾ ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇതുപോലത്തുള്ള ഉപകരണങ്ങൾ വാങ്ങി നല്ല വെള്ളമെങ്കിലും തണുപ്പിച്ച് നമുക്ക് കുടിക്കാനുള്ള പാത്രങ്ങൾ വാങ്ങി ഇവരെയൊക്കെ ഇവരുടെ തൊഴിലിനെയും ഒക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏട്ടൻ്റെ ഇവിടുത്തെ അവസ്ഥകളൊക്കെ കണ്ടല്ലോ. ഇനി മറ്റൊരു വീഡിയോയുമായി ഉടൻ വരും. ക്യാമറമാൻ സുമാറിനൊപ്പം മഹേഷ് വടക്കഞ്ചേരി.